കുറച്ച് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നത്. അപ്പം സ്മൃതി ജസ്ന അരുൺ, ജസ്ന സലീം എന്ന് ഞാൻ വിളിക്കുന്നില്ല, ജസ്ന അരുൺ. എന്തുതന്നെയായാലും സലീം എന്ന് പറയുന്ന ആൾ കാണാൻ പറയത്താണ്, മിസ്സിംഗ് ആണ്, മായാവിയാണ്. അതുകൊണ്ട് ഇപ്പോഴത്തെ സെറ്റപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ഇപ്പോഴത്തെ രണ്ടാം കെട്ടിയവനെ പറയുന്നത് തന്നെയല്ലേ നല്ലത്. രണ്ടാം കെട്ടിയവനെ കൊണ്ടാണ് ജസ്ന എല്ലാവരെയും തെറി പറയിപ്പിക്കുന്നത്. പിന്നെ ഇപ്പം എൻ്റെ നേരെ വരാറില്ല. എൻ്റെ നേരെ വരാത്തതിൻ്റെ കാരണം അവൾക്ക് എന്നോട് മുട്ടി നിൽക്കാനുള്ള ആംബിയർ ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എടി ജസ്നെ, നിന്നോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, നീ കൊച്ചു പെൺപിള്ളേരെ ഉപദ്രവിക്കാൻ പോണേലും നല്ലത് നീ ഇങ്ങോട്ട് വാ, നമുക്ക് മുട്ടി നിൽക്കാം. ആ കൊച്ചു പെൺകുട്ടി വല്ലയിടത്തും കല്യാണം കഴിച്ച് മനസ്സമാധാനമായിട്ട് ജീവിച്ചോട്ടെ. പിന്നെ പ്രായത്തിൻ്റെ പക്വതക്കുറവുള്ളത് കൊണ്ട് അവൾ 1-2 മണ്ടത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം വന്നിട്ട് എടിപിടിന്ന് സംസാരിക്കാതിരുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ എങ്ങനെയാ? ഈ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? സ്മൃതിയുടെ 2 വീഡിയോസ് ഞാൻ കണ്ടു. പുള്ളിക്കാരി പക്വതയോട് കൂടിയിട്ട് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത്. റിയാക്ഷൻ ആണെങ്കിലും കാര്യങ്ങളൊക്കെ നല്ല പക്വതയോടുകൂടി മാന്യമായ രീതിയിൽ തന്നെയാണ് റിയാക്ഷൻ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ എപ്പോഴും ഒരേപോലെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങാൻ പാടില്ല. റിയാക്ഷൻ വീഡിയോക്കാർക്കെതിരെ എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും തിരിച്ചടികൾ ഉണ്ടായേക്കാം. അത് പ്രതീക്ഷിച്ചിട്ട് തന്നെ വേണം നമ്മൾ ഇതിലേക്ക് ഇറങ്ങാനായിട്ട്. അത് കരുത്തുണ്ട് എന്ന് സ്മൃതി തെളിയിച്ചു. അവളുടെ കാര്യം നോക്കാൻ അവൾക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല, അവൾക്ക് യൂട്യൂബേഴ്സിന്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ട്. എന്ത് തന്നെയായാലും അതൊരു അനുഗ്രഹമാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളൊക്കെ കിടന്ന് പറഞ്ഞപ്പോൾ ഈ ജസ്ന അരുൺ ഇത്തരക്കാരിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ കണ്ണനെ വിറ്റ് തിന്നുന്നവളാണ് എന്ന് ഞങ്ങൾ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ പറയുന്നത് ഇനിയും വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇപ്പൊ ഏറെക്കുറെ ബോധ്യമായിട്ടുണ്ട് ഈ പറയുന്ന താത്ത വെറും മൂടായ്പ് മാത്രമാണെന്ന്. ആദ്യം സ്മൃതിക്ക് പറ്റിയ തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിയമവ്യവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. കേസ് കൊടുത്തിട്ടുണ്ട് സ്മൃതി. കേസ് കൊടുത്തത് വഴി അവിടുന്ന് പോലീസുകാർ വിളിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരെയും ഇച്ചിച്ചി മുള്ളിക്കാൻ നടന്ന നമ്മുടെ താത്തമ്മായി ഇച്ചിച്ചി മുള്ളിപ്പോയി. താത്ത എപ്പോഴും ജെട്ടിയിടാത്തതുകൊണ്ട് ഇച്ചിച്ചി മുള്ളിയത് നിലത്ത് പോയി കാണും. ജെട്ടിയിടാത്ത താത്ത നിലത്ത് പോയി ഇച്ചിച്ചി ആരും കാണാതിരിക്കാനായിട്ടും മറയ്ക്കാനായിട്ടാണ് സ്മൃതിക്കെതിരെ പറയുന്നത്. പക്ഷെ ഒന്നും സ്ട്രോങ് അല്ല, എന്തൊക്കെയോ വന്നിരുന്നു പറയുന്നു. താത്തേനെ കൊണ്ട് ഈ പണി പറ്റൂലെങ്കിൽ താത്ത എഴുന്നേറ്റ് പോകും. താത്ത ഇങ്ങനെ ലൊട്ടിലൊടുക്ക് പരിപാടികളുമായിട്ട് ഇങ്ങനെ വന്നിരുന്ന് ചെലക്കുന്നത് കൊണ്ട് ഒരു കാര്യമില്ല. പിന്നെ എല്ലാ യൂട്യൂബേഴ്സും എല്ലാ ജനങ്ങളും സ്മൃതിക്ക് സപ്പോർട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മൃതിയുടെ ഭാഗത്ത് ന്യായമുണ്ട്. താത്ത പറഞ്ഞു വരുത്തുന്നത് വെറും വൃത്തികേടും വ്യാജപ്രചരണവുമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്നത് കൊണ്ടാണ് എല്ലാവരും സ്മൃതിയുടെ കൂടെ നിൽക്കുന്നത്. പത്തനംതിട്ട ജില്ലക്കാരിയായ ഒരുത്തി കൊയിലാണ്ടിയിൽ വന്നു, കോഴിക്കോട് വന്നു എന്ന് പറഞ്ഞാൽ പിന്നെയും വിശ്വസിക്കായിരുന്നു. കൊയിലാണ്ടിയിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, താത്തേ നീ വെറും കള്ളത്തിയാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് 101% ബോധ്യമായ സ്ഥിതിക്ക് നീ പറയുന്നത് ആര് വിശ്വസിക്കും? എൻ്റെ ഗർഭപാത്രം, എൻ്റെ ക്യാൻസർ വന്ന ഗർഭപാത്രം റിമൂവ് ചെയ്തത്, ഇങ്ങനെയൊക്കെ കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയപ്പോൾ ചിലരെങ്കിലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ എനിക്ക് തെളിവ് സഹിതം കൊണ്ടുവന്ന് കാണിക്കേണ്ട അവസ്ഥ വന്നു. ഈ ഗുരുവായൂരിന് തൊട്ടടുത്ത് കിടക്കുന്ന എന്നെ ഗുരുവായൂർ ലോഡ്ജിൽ നിന്ന് പിടിച്ചു എന്നാണ് താത്ത പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. വല്ലാത്ത ജാതി. ഇവളുടെ ഭർത്താവ് ചെലീങ്കാക്കയാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ഇവളുടെ ഭർത്താവ് എവിടെയെന്ന് പലരും പലവട്ടം ചോദിച്ചു. ചെലീങ്കാക്കയുടെ കാര്യം പറയുമ്പോൾ താത്തയ്ക്ക് മറുപടി ഇല്ല. വന്നോരും പോണോരും ഒക്കെ എടുത്തിട്ട് നിന്നെ ചാമ്പാണല്ലോടി. ഇങ്ങനെ വന്നോർക്കും പോണോർക്കും ഒക്കെ ഇങ്ങനെ ഉടുക്കാനായിട്ട് കിടന്നു കൊടുക്കുന്നതിലും പകരം എന്തെങ്കിലും പോയിട്ട് ചെയ്തൂടെ എൻ്റെ താത്തെ? സ്മൃതിക്ക് പറ്റിയ ഒന്നാമത്തെ തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്മൃതി ഇവരെ കോണ്ടാക്ട് ചെയ്തു. നമ്മൾ നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ നിയമപരമായിട്ട് പോവുക, പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിക്കട്ടെ എന്ന് വിചാരിക്കുക. സ്മൃതി ഇവരെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തിട്ട് ആ വീഡിയോ റിമൂവ് ചെയ്യണം. അപ്പം താത്ത ഇങ്ങോട്ടൊരു കണ്ടീഷൻ വെച്ചു. അതായത് താത്തയെ പറ്റി പറഞ്ഞ എല്ലാ വീഡിയോകളും സ്മൃതി റിമൂവ് ചെയ്ത് കളയുകയാണെങ്കിൽ സ്മൃതിയെ പറ്റി പറഞ്ഞിരിക്കുന്ന വീഡിയോ താത്തയും റിമൂവ് ചെയ്ത് കളയാമെന്ന് ഇവർ പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി. സ്മൃതി അത് സമ്മതിച്ചത് വരെയാണ്. പക്ഷെ സ്മൃതി അവിടെ വേറൊരു കണ്ടീഷനും കൂടി വെച്ചത്, വീഡിയോസൊക്കെ റിമൂവ് ചെയ്ത് കളയാൻ കുഴപ്പമില്ല, താത്തയും റിമൂവ് ചെയ്യണം, പക്ഷെ ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളമാണ് എന്ന് പറഞ്ഞുകൊണ്ട് താത്ത ഒരു മാപ്പ് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് സ്മൃതി ഒരു കണ്ടീഷൻ വെച്ചു. താത്തയ്ക്ക് അത് പറ്റുമായിരുന്നില്ല. താത്തയ്ക്ക് ആർക്കിടെ മുമ്പിലും തല കുനിക്കാൻ വയ്യല്ലോ. താൻ എന്തൊക്കെയോ ആണ്, എന്തോ ഒരു സംഭവമാണ് എന്ന് താത്തയ്ക്ക് തോന്നി തുടങ്ങിയപ്പോൾ താത്തയുടെ പെരുമാറ്റത്തിലുണ്ടായ ചില വൈകൃതങ്ങൾ മൂലം ഉണ്ടായിട്ടുള്ള സംഭവങ്ങളാണ് ഇവിടെ നടക്കുന്നത്. താത്തയ്ക്ക് സ്വയം മനോനില തെറ്റി, സ്വയം മറന്നുകൊണ്ട് ഇനി എല്ലാവരും എൻ്റെ അടിമകളാണ്,
കേരളത്തിൽ എനിക്കെന്തോ വലിയൊരു സ്ഥാനമുണ്ട് എന്ന രീതിയിൽ താത്ത പെരുമാറാൻ തുടങ്ങിയപ്പോൾ ബാക്കി എല്ലാവരും താത്തയുടെ പണിക്കാരും അടിയാളന്മാരുമായി. അപ്പം അതല്ലാന്ന് ഇന്ന് കേരള സമൂഹം താത്തേനെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സ്മൃതിക്ക് പറ്റിയ ഒന്നാമത്തെ തെറ്റ് ഈ താത്തയെ കോണ്ടാക്ട് ചെയ്തു എന്നുള്ളതാണ്. ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ഇത്രയേറെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായി. എൻ്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കി, ഞാൻ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കാരണം നമ്മുടെ പേരിൽ ഇത്തരത്തിൽ നുണക്കഥകൾ പടച്ചുണ്ടാക്കി വിട്ട വെറും ഒരു എന്താ പറയുക, അതിനുള്ള വാക്കുകൾ ഈ നിഘണ്ടുവിൽ ഞാൻ കാണുന്നില്ല. അത്തരത്തിൽ തരം താന്ന ഒരു തറ സ്ത്രീ വന്നിരുന്ന് ഇങ്ങനെ കഥകൾ ഉണ്ടാക്കി വിടുമ്പോൾ അവരെ വിളിച്ചിട്ട് നമ്മൾ വീഡിയോ റിമൂവ് ആക്കാൻ പറഞ്ഞാൽ അത് നടപടിയാവുന്ന കാര്യമാണോ എന്ന് ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് നമുക്ക് ഉണ്ടാവണം. സ്മൃതി ഒരു നിമിഷം പതറിപ്പോയിട്ടുണ്ടാവാം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ കോണ്ടാക്ട് ചെയ്തത്. പിന്നെ സ്മൃതിക്ക് പറ്റിയ രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് കൃഷ്ണഭക്ത എന്ന് പറയുന്നു. സ്മൃതി മാത്രമല്ല, കുറേ പേരൊക്കെ കൃഷ്ണഭക്ത എന്ന് ഇവരെ പറയുന്നു. കളിയാക്കി വിളിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവരൊരു കൃഷ്ണഭക്തയല്ല എന്ന് ഇവരും അന്തസ്സായിട്ട് തെളിയിച്ചിട്ടുണ്ട്. ഞാനടക്കം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവര് ഹണി ട്രാപ്പുകാരിയാണ്. 18ഓളം ആളുകളുടെ പേരിൽ കള്ളക്കേസ് കൊടുത്ത് അവരെ കുടുക്കിയ, അവരിൽ നിന്ന് പണം തട്ടിയ ഹണി ട്രാപ്പുകാരിയാണ് ഈ സ്ത്രീ എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ABC മലയാളത്തിൽ ആ കേസിന്റെ ഡീറ്റെയിൽസും FIR നമ്പറും അടക്കം അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്നെ ഒരുത്തൻ കെട്ടിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു പെണ്ണ് വന്ന് അലമുറ ഇടുമ്പോൾ എന്താ വിചാരിക്കുക? ഇവള് എടുത്ത വഴിക്ക് മറ്റുള്ളവരെ തല്ലാനുള്ള ആറ്റിറ്റ്യൂഡുള്ള, തല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു ആണിന്റെ ആ ഒരു സംഭവമുള്ള ഒരു സ്ത്രീയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ സ്മൃതി അടക്കം കുറേ യൂട്യൂബേഴ്സ് പറയുന്നുണ്ട് കൃഷ്ണഭക്തയാണ്, കൃഷ്ണഭക്തയ്ക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നു. അപ്പം അത് വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇവർ കൃഷ്ണഭക്തയല്ല എന്നുള്ള കാര്യം ഈ സ്ത്രീ തെളിയിച്ചിട്ടുണ്ട്. അവർ വെറും വയറ്റിപ്പഴപ്പിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. കൃഷ്ണൻ വീട് തന്നു എന്നിവർ പറയുമ്പോഴും ആ വീടിന്റെ പാല് കാഴ്ച ചടങ്ങ് എങ്ങനെയാണ് നടത്തിയത് എന്ന് തെളിവ് സഹിതം നമ്മുടെ കൺമുമ്പിലുണ്ട്. കണ്ണൻ ഐഫോൺ വാങ്ങിച്ചു കൊടുത്തു, കണ്ണൻ ഹജ്ജിന് വിട്ടു എന്ന് പറയുമ്പോഴും ആ പറയുന്നതിലുള്ളൂ. ബാക്കിയൊക്കെ ഇവരുടെ മതാചാരപ്രകാരമാണ് നടത്തുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇവർ കണ്ണൻ്റെ ഭക്തയാവുന്നത് എന്നാണ് ഞാൻ മറ്റുള്ളവരോട് ചോദിക്കുന്നത്. എങ്ങനെയാണ് ഇവർ കൃഷ്ണഭക്തയാവുന്നത്? ഒരു കൃഷ്ണഭക്ത ചെയ്യുന്ന കാര്യങ്ങളാണോ ഈ മുസ്ലിം സ്ത്രീ വന്ന് ചെയ്യുന്നത്? മുസ്ലിം സ്ത്രീക്ക് അഥവാ കൃഷ്ണനോട് ഭക്തി ഉണ്ടായി തന്നെ ഇരിക്കട്ടെ, ആ സ്ത്രീ കൃഷ്ണൻ്റെ വഴിയേ വരും. ഒരു കൃഷ്ണഭക്ത ചെയ്യുന്ന കാര്യങ്ങളാണോ ജസ്ന അരുൺ ചെയ്യുന്നത്? ഹിന്ദു മതക്കാരെ പ്രവോക്ക് ചെയ്യുക, മുസ്ലിം മതക്കാരെ പ്രവോക്ക് ചെയ്യുക, ഈ രണ്ട് മതങ്ങളെയും തമ്മിൽ തല്ലിക്കുക, എതിർക്കുന്ന ഹിന്ദുക്കളെ അടക്കം സോഷ്യൽ മീഡിയയിൽ വന്ന് തേറി പറഞ്ഞുകൊണ്ടാണ് ജസ്ന അഭ്യാസം കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞ അഭ്യാസം എന്നല്ലാതെ ഇതിനൊന്നും പറയാനില്ല. അത്തരത്തിൽ അഭ്യാസം നടത്തുന്ന സ്ത്രീ എങ്ങനെയാണ് കൃഷ്ണഭക്തിയാവുന്നത് എന്നാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. നിങ്ങൾ കപടഭക്ത എന്ന് വിളിച്ചോളൂ, ഊടായ്പ് ഹണി ട്രാപ്പുകാരി എന്ന് വിളിച്ചോളൂ, എല്ലാം അവൾക്ക് ഇണങ്ങിയ പേരുകളാണ്. പക്ഷെ കൃഷ്ണഭക്ത എന്ന് മാത്രം കള്ളിയാക്കിക്കൊണ്ടുപോലും വിളിക്കരുത്. അതുപോലെ ബാലാമണി താത്ത എന്നും ആരും വിളിക്കരുത്. ഇതെന്റെ റിക്വസ്റ്റ് ആണ്. കണ്ണന്റെ രാധയ്ക്കൊക്കെയുള്ള വില എന്താന്ന് നിങ്ങൾക്കറിയാലോ. അത്തരത്തിൽ ഇത്തരം ഒരു പടുകൂള സാധനത്തിന് നമ്മൾ വിളിക്കണം. കണ്ണനെയും രാധയെയും ഒക്കെ നമ്മൾ തന്നെ ആക്ഷേപിക്കുന്നതിന് തുല്യമല്ലേ ഈ പടുകൂളനെ ഇങ്ങനെ വിളിക്കുന്നത്? അതുകൊണ്ട് എല്ലാവരും ഇനി മുതൽ ഇവള് കപടഭക്ത എന്ന് വിളിക്കുക. അത് ഇനിയും കുറച്ച് മനസ്സിലാക്കാൻ വൈകിയ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്മൃതിയുടെ വിഷയം വന്നപ്പോൾ മനസ്സിലായ ആളുകൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനിയെങ്കിലും ദയവ് ചെയ്ത് കണ്ണന്റെ പേര് ചേർത്ത് ഈ നാറിയെ പറയാതിരിക്കുക. കാരണം കണ്ണനെ അത്രത്തോളം ആക്ഷേപിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. ഗുരുവായൂരിൽ നിന്ന് എന്തുകൊണ്ട് ഈ താത്തയ്ക്ക് ഓടേണ്ട വന്നു? എന്തുകൊണ്ട് ഗുരുവായൂർ ഈ താത്തയ്ക്ക് ഇപ്പൊ കയറാൻ പറ്റുന്നില്ല? ആ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. ഗുരുവായൂരിൽ നിന്ന് വാണം കുത്തി ഓടേണ്ട ഗതികേട് വന്ന താത്തയെ പിന്നെ നിങ്ങൾ എന്തിനാണ് കൃഷ്ണഭക്ത എന്ന് വിളിക്കുന്നത്? ഗുരുവായൂർ അമ്പലത്തിൽ വന്ന് നടത്തുന്ന ഇത്തരം പ്രഹസനങ്ങൾ കണ്ണനും അടുത്തിട്ടാണ് ആ നടയിലേക്ക് കയറാണ്ടാക്കിയത്. ഇന്ന് കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? അത്രയും ജില്ലകളിൽ ഓരോരുത്തരും ഈ പറയുന്ന ജസ്നയുടെ പേരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സലീം എവിടെ എന്ന് തെളിയിക്കാൻ ഇതുവരെ താത്താക്ക് പറ്റിയിട്ടില്ല. താത്തയ്ക്ക് അന്തിക്കൂട്ട് കിടക്കുന്നത് ബസീന്ന് പരിചയപ്പെട്ട ഒരുത്തനാണ് എന്ന് ഇന്ന് കേരളം മൊത്തം, കൊയിലാണ്ടി കോഴിക്കോട് മാത്രമല്ല കേരളം മൊത്തം അറിയുന്ന ഒരു കാര്യമാണ്. 14 വയസ്സിൽ പണി തുടങ്ങിയതാണ് ഇവള്. ഈ 14 വയസ്സിൽ പണി തുടങ്ങിയ ഇവൾക്ക് മറ്റു ചെറുപ്പക്കാരികളായ പെണ്ണുങ്ങളെ പറയാൻ ഉളുപ്പുണ്ടാവില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്കറിയാലോ.
ഇവള് പോയിട്ട് മാസാമാസം ചെക്കപ്പിനാണെന്നും പറഞ്ഞു പോയി മലന്ന് കിടന്നിട്ട് കാലിന്റെ ഇടയിലും കൈയിന്റെ ഇടയിലും ഒക്കെ കുത്തിക്കയറ്റുന്നുണ്ട്. മൈഗ്രെയിനിന് മന്ത്ലി ചെക്കപ്പ് ഉണ്ടോ സുഹൃത്തുക്കളെ, നിങ്ങൾ പറയൂ. എന്നോട് മറുപടി പറയാൻ ഇവൾക്ക് കഴിയൂല. ഇവൾക്ക് എന്നോട് മറുപടി പറയണമെങ്കിൽ ഇവളുടെ മാമനെ വിളിച്ചിരുത്തിയിട്ട് വേണം പറയിപ്പിക്കാൻ. അല്ലാതെ ഇവൾക്ക് നേരിട്ട് മുട്ടാൻ കഴിയില്ല. ഇപ്പം മാമനും ഏകദേശം സുല്ലിട്ട മട്ടാണ്. എന്ത് തന്നെയായാലും മറുപടി പറഞ്ഞാലും ഇല്ലെങ്കിലും നമുക്ക് പറയാനുള്ളത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതായത് ജനങ്ങൾക്ക് നമ്മൾ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കും. അപ്പൊ കുറെയൊക്കെ എന്താ എക്സ്ട്രീം ലെവലായിപ്പോ എന്ത് ചെയ്യണം എന്ന് താത്താക്ക് തലയ്ക്ക് വെളിവില്ലാണ്ട് നടക്കുന്ന ഒരു ടൈമാണ്. അപ്പൊ കണ്ണി കണ്ട കൊച്ചു പിള്ളേരെ കാണുമ്പോൾ താത്താക്ക് അങ്ങടെ ഇളക്കും. താത്ത പറയും, താത്ത പണ്ട് പോയ കഥയൊക്കെ ആലോചിച്ചുകൊണ്ട് താത്ത അത് മറ്റുള്ളവർക്കിടെ തലയിൽ അടിച്ചേൽപ്പിക്കും. താത്ത ലോഡ്ജുകളിലൊക്കെ പോയി മുറിയെടുത്തിട്ട് നിരങ്ങിയ കഥകളൊക്കെ താത്തയ്ക്ക് അങ്ങ് ഓർമ്മ വരും. അപ്പോൾ താത്ത വിചാരിക്കും ഇതൊക്കെ മറ്റവരെ പറയാം എന്ന് വിചാരിച്ച് താത്ത അങ്ങ് തുടങ്ങും. എത്ര കിട്ടിയാലും ഇവള് പഠിക്കൂല എന്നുള്ളതാണ്. താത്തയ്ക്ക് എല്ലാ വശത്തൊന്നും എല്ലാവരും നല്ല കണക്കിനിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ എത്ര കിട്ടിയാലും ഈ സാധനത്തിന് കുറച്ച് കഴിയുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് ഇത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. ഒരുതരം മാനസികാവസ്ഥ. അപ്പം ജിസ്ന അരുൺ ഈ ചിച്ചി മുള്ളിട്ട് വീഡിയോ റിമൂവ് ചെയ്തു. പക്ഷെ സ്മൃതിയുടെ വീഡിയോ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇവൾക്ക് ജെട്ടിയിടാൻ സമയമില്ലല്ലോ. അത്രത്തോളം വർക്കുള്ളവളാണ് ഇവള്. എന്നാലല്ലേ ഐഫോണും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിക്കാൻ പറ്റുള്ളൂ. ജെട്ടിയിടാത്ത വർക്കാണ് സുഹൃത്തുക്കളെ, ജെട്ടിയിടാത്ത വർക്കാണ്. ജെട്ടിയിടാൻ ഇവൾക്ക് സമയം കിട്ടുന്നില്ല എന്നാണ് നമ്മൾ അറിഞ്ഞിട്ടുള്ളത്. ഈ ചീച്ചി പോകുമ്പോൾ തടയാനായിട്ട് ജെട്ടിയിട്ടെങ്കിലല്ലേ ഈ ചീച്ചി പോകുന്നത് നമ്മൾ കാണാണ്ടിരിക്കും. പക്ഷെ ഇത് നമ്മളെല്ലാവരും കണ്ടുപോയി. ഇവള് ചീച്ചി മുള്ളിപ്പം നമ്മൾ കണ്ടത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയേണ്ട വന്നത്. അത് മറയ്ക്കാനായിട്ട് അമ്മായി കിടന്ന് മെഴുകലോട് മെഴുകല്. പക്ഷെ അമ്മായി ഈ ചിച്ചി മുള്ളി ഇതെല്ലാവരും കണ്ടു. അമ്മായി എല്ലാവരും ഈ ചിച്ചി മുള്ളിക്കാനായിട്ട് നടന്ന അമ്മായി സ്വയം മുള്ളി വീഡിയോ റിമൂവും ചെയ്തുകൊണ്ട് അമ്മായി കണ്ടം വഴി ഓടിയത് എല്ലാവരും കണ്ടടി മുതുക്കി തള്ള ജസ്നെ. എടി നാണം കെട്ടവളെ, നാക്കിനില്ലാത്തവളെ, നാറിച്ചി. നിന്റെ ജീവിതം കുളം തോണ്ടി പോയതിന് നീ മറ്റുള്ളവർക്കിടെ മെക്കിട്ട് കയറിയിട്ട് ഒരു കാര്യവും ഇല്ലടി പുല്ലേ. അതുകൊണ്ടാണോ അവരെ ഈ ഇല്ലാവചനം പറഞ്ഞുണ്ടാക്കുന്നത്, അവിഹിതം പറഞ്ഞുണ്ടാക്കുന്നത്? നീ ചെയ്ത കാര്യങ്ങൾ ഇങ്ങനെ മറ്റുള്ളവർക്കിടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിയാണോ ജസ്നെ? ഈ ജസ്ന എന്ന് പറയുന്ന ഈ ഹണി ട്രാപ്പുകാരി എന്താണ് ഇവള് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ട്. ഞങ്ങളുടെ കാര്യത്തിൽ പ്രതികരിക്കാത്ത ആളുകൾ പോലും സ്മൃതിയുടെ കാര്യത്തിൽ പ്രതികരിച്ചിട്ടുണ്ട്. അതിന് സന്തോഷമുള്ളൂ. ആളുകളിലേക്ക് എത്തണം. ഈ ഒരു നായിൻ്റെ മോള് ഇത്തരത്തിലുള്ള ഒരു സ്വഭാവക്കാരിയാണെന്ന് ഇനിയും വിശ്വസിക്കാത്തവരുണ്ടെങ്കിൽ അവരും കൂടി അറിയണം. സത്യവും ന്യായവും എവിടെയാണോ അവിടെയാണ് ആളുകൾ സപ്പോർട്ട് ചെയ്യുക. എന്തുകൊണ്ട് ഈ പറയുന്ന നായിൻ്റെ മോൾക്ക് ആളുകൾ സപ്പോർട്ട് കൊടുത്തില്ല? അവിടെ സത്യവും ന്യായവും ധർമ്മവും ഇല്ലാത്തത് കൊണ്ട്. അതിൽ കൂടുതലൊന്നും ഞാൻ ഇനി പറയണ്ടല്ലോ. അപ്പോൾ ആരാണ് കള്ളത്തരം ചെയ്യുന്നത്, ആരാണ് നുണ പറയുന്നത്, ആരാണ് അപവാദം പറഞ്ഞു വരുത്തുന്നത്, വ്യാജപ്രചരണങ്ങൾ ഇറക്കുന്നത് എന്ന കാര്യം പകല് പോലെ തെളിഞ്ഞു കഴിഞ്ഞു. ഇനിയും ഇവൾ എന്തിനാണ് കിടന്നുരുളുന്നത്? എടി എഴുന്നേറ്റ് പോടി. എന്നിട്ട് പോയിട്ട് വല്ല പരിക്കും പറ്റിയിട്ടുണ്ടോ എന്ന് നോക്ക്. അത്രയ്ക്ക് നിന്നെ എല്ലാവരും എടുത്തിട്ട് ഫുട്ബോൾ തട്ടണ പോലെ തട്ടിക്കളിക്കുന്നില്ലേ? നാണമില്ലേടി നായിൻ്റെ മോളെ നിനക്ക് ഇങ്ങനെ കിടന്നിട്ട് ആൾക്കാർക്കിടെ തൊഴി വാങ്ങിക്കാനായിട്ട്? എഴുന്നേറ്റ് പോടി ചൂലേ.